ജലം മാത്രമുള്ള സ്ഥലമാണെന്നും ജലം തീരത്തേക്ക് ആർത്തലച്ചു കയറി വരും എന്നും നീല നിറമാണെന്നും മറ്റും വിശദീകരിച്ചെങ്കിലും നേരിൽ കണ്ടാലേ അതിൻ്റെ ഗാംഭീര്യം മനസ്സിലാകൂ എന്നു പറഞ്ഞു. ഭൂമിയുടെ വസ്ത്രം പോലെ സമുദ്രം കരയായ കരയെ മുഴുവൻ ചുറ്റിക്കിടക്കുകയാണത്രേ. അതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യം. പർവതസ്തനമണ്ഡിതേ എന്നു പറഞ്ഞത് മനസ്സിലാകാൻ ഒട്ടും പ്രയാസമില്ല. ഇവിടെ നിന്നും നോക്കിയാൽ അങ്ങകലെ ഈ ഭൂമിദേവിയുടെ വിരാടത വ്യക്തമായി കാണാം. ഇവിടെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം ജലവും ആഹാരവുമെല്ലാം തരുന്ന അമ്മ തന്നെയാണ് ഭൂമിദേവി. ഗംഗയും യമുനയും ഗോദാവരിയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയുമെല്ലാം ഈ ഭാരതവർഷത്തിലെ പയസ്വിനികളാണെന്നാണ് പലരും പറയുന്നത്. ആർക്കും ഇവയെ എത്ര തന്നെ വർണ്ണന നടത്തിയാലും തൃപ്തിയാകാറില്ല. അതെ, ക്ഷിപ്രാ നദിയില്ലാതെ മാളവത്തിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കും? ജലമില്ലാതെ ദാഹിച്ചു വലയുന്നവർക്ക് ജലത്തിൻ്റെ മഹത്വം മനസ്സിലാകൂ. ദാഹിക്കുന്നവന് ജലം അമൃതാണ്. ഉച്ചയോടടുത്ത് സൂര്യൻ കൂടുതൽ മുകളിലേക്കുയർന്നപ്പോൾ ശംഭു ഇരുന്നിടത്ത് വെയിലായി. ഇടയ്ക്കിടയ്ക്ക് ആടുകളെ ശ്രദ്ധിച്ചു. തുറസായ പ്രദേശമാണ്. കാട്ടുമൃഗങ്ങൾ പ്രത്യക്ഷപ്പെടാൻ മടിക്കും. തന്നെ വിട്ട് ദൂരേക്ക് പോകരുതെന്ന് ആടുകൾക്കുമറിയാം. അവയെല്ലാം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. സൂര്യൻ്റെ ചൂട് കൂടിയപ്പോൾ ശംഭു ഒരു കാര്യം ശ്രദ്ധിച്ചു. പുൽച്ചെടികൾ വാടാൻ തുടങ്ങിയിരിക്കുന്നു. മഴ പെയ്തിട്ട് വളരെ ദിവസങ്ങളായി. ഇനി കുറേ കാലത്തേക്ക് പെയ്യാനും സാധ്യതയില്ല. വേനൽക്കാലം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ വാടുന്ന പുല്ലുകൾ വൈകിട്ട് വെയിലിൻ്റെ ചൂട് കുറയുമ്പോൾ ശക്തി വീണ്ടെടുക്കും. പക്ഷേ നാളെ വീണ്ടും വെയിലേറുമ്പോൾ ചെടികൾ തളരും. ചില ദിവസങ്ങൾ കൂടി അവയ്ക്ക് ശക്തി സംഭരിക്കാനാകും. ക്രമേണ രാത്രിയിൽ ചന്ദ്രികയുടെ നിലാവൊളിക്കുപോലും സാന്ത്വനമേകാനാവാത്ത വിധം അവ തളരും. ദിവസങ്ങൾ കഴിയുന്തോറും ഈ പുൽമേടാകെ ഉണങ്ങി തവിട്ടു നിറമാർന്ന പുല്ലുകൾ അവശേഷിക്കും. പിന്നീട് ആട്ടിൻ പറ്റത്തെ തെളിച്ചു കൊണ്ടുവന്നിട്ട് പ്രയോജനമില്ല. തണലിൽ വളരുന്ന ചെറുമുൾച്ചെടികളും കാട്ടുമരങ്ങളും ഇലകളും വെട്ടിക്കൊണ്ടുവന്ന് കൂട്ടിൽ തന്നെ ഇട്ടുകൊടുക്കണം. ശംഭു കുറച്ചധികം മുന്നോട്ട് ചിന്തിച്ചു. വരൾച്ചയുടെ തുടക്കം ശംഭുവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അകലെ നിന്നും കാളിദാസ് എന്ന വിളി മുഴങ്ങിക്കേട്ടു. ഏതോ ഒരു കുയിൽ മനോഹരമായി വിളിക്കുകയാണെന്ന് തോന്നി. പ്രകൃതിയുടെ വിശാലതയിൽ പ്രകൃതിയുടെ എല്ലാ സ്വരങ്ങളും ഒരുപോലെയാണോ പ്രതിധ്വനിക്കുന്നത്? ആ കോമളത്വം പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നാണ് ധ്വനിക്കുന്നത്. ഇതിന് മറുപടിയായി താൻ വിളി കേട്ടാൽ കാറ്റിൻ്റെ മർമ്മരവും പക്ഷിയുടെ കളധ്വനികളും പ്രതിധ്വനിക്കുന്ന ഈ താഴ്വരയിൽ അത് അപശബ്ദമായി മുഴങ്ങുമെന്ന് കാളിദാസന് തോന്നി. ആ പേര് താൻ തിരിച്ചറിഞ്ഞു എന്നോർത്തപ്പോൾ ശംഭുവിന് ആശ്ചര്യമായി. എന്നും ശംഭു എന്ന വിളിയാണ് കേട്ടു ശീലിച്ചത്. ഇവിടെയെത്തി കാളീക്ഷേത്രത്തിൽ അഭയം തേടിയപ്പോൾ കാളിയുടെ ദാസനായി. ക്രമേണ താൻ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ കാളിദാസ എന്ന വിളിയും കേട്ടു ശീലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശിവസോമനും മകളും ചരിവു കയറി വരുന്നത് ശംഭു കണ്ടു. തനിക്കുള്ള ഉച്ചഭക്ഷണവുമായി വരികയാണ്. ആടുകൾ മേഞ്ഞു നടന്ന് വേണ്ടുവോളം പുല്ലും ചെടിയും തിന്നിരിക്കുന്നു. കുറച്ച് താഴെ മാറി ഒരു നീരുറവയുണ്ട്. അവിടെ നിന്നും അവയ്ക്ക് ജലം കുടിക്കാം. അതും ഇനി അധികം ദിവസത്തേക്കുണ്ടാവില്ല. ജലം വറ്റാൻ തുടങ്ങിയിരിക്കുന്നു. നീരൊഴുക്ക് ദുർബലമായിരിക്കുന്നു. അവർ മരച്ചുവട്ടിലെത്തി പാത്രങ്ങൾ പാറപ്പുറത്തു വെച്ചു. മാലിനി ആട്ടിൻകുട്ടികളോട് സ്നേഹം കൂടി. ശംഭുവിനോട് കിന്നാരം പറഞ്ഞു. ശംഭു ആട്ടിൻപറ്റത്തെയും വിളിച്ചുകൊണ്ട് താഴ്വരയുടെ അടിഭാഗത്തേക്ക് നടന്നു. അവ ഉത്സാഹത്തോടെ പിന്നാലെ കൂടി. ശിവസോമൻ ഒപ്പം ചെന്നു. അവയെ ജലം കുടിക്കാൻ വിട്ടിട്ട് ശംഭു കൈകഴുകി മരച്ചുവട്ടിലേക്ക് വന്നു. ആഹാരം കഴിച്ച് കൈകഴുകി വന്ന ശേഷം ശംഭു ആടുകളെ ശിവസോമനെയും മാലിനിയെയും ഏൽപ്പിച്ചിട്ട് കോടാലിയുമായി വനത്തിലേക്ക് നടന്നു. ക്ഷേത്രത്തിലേക്ക് വിറക് ആവശ്യമുണ്ട്. ഉണങ്ങി നിന്ന ശിഖരങ്ങൾ നോക്കി നടന്ന ശംഭു ഒരു കാട്ടുപാതയ്ക്കടുത്ത് പടർന്നു പന്തലിച്ച് നിന്ന മരത്തിൻ്റെ താണു നിൽക്കുന്ന ഒരു ഉണങ്ങിയ കൊമ്പ് കണ്ടെത്തി. ശിഖരം മുറിക്കാൻ തുടങ്ങിയപ്പോൾ ശംഭുവിന് തോന്നി, വളരെ കനമുള്ള ശിഖരമാണ്. മുഴുവൻ വെട്ടുന്നതിനേക്കാൾ നല്ലത് തൻ്റെ ഭാരം കൊണ്ട് ഒടിച്ചിടുന്നതാണ്.
ശംഭു കൊമ്പിന്റെ മറ്റേ അറ്റത്ത് മാറിയിരുന്നു.